ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് ഉദ്യോഗസ്ഥന് വെള്ളം കുറിച്ചില്ല എന്ന് അത് ശരിയാണ് എന്ന് വാദിക്കില്ല എന്ന് അത് തിരുത്തേണ്ട അംശമുണ്ടെങ്കിൽ തിരുത്തുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഒരു ധാരണാവസ്ഥ ഉണ്ടായിട്ടില്ലാത്തൊരു കരാർ അതിന്റെ കീഴിലാണ് ഈ വെള്ളങ്ങൾ. ഇതുവരെയും പറഞ്ഞ എല്ലാ വിചാരവരെയും പോലെ ഈ പറയുന്ന EMCC വിചാരവരെ സോപ്പ് രൂപയായി മാറുമെന്ന് നമുക്ക് ഓർമ്മിക്കാം. ആയുസ് ഏറി വന്നാൽ 4 ദിവസം ജാഥ നടത്താൻ പോകുന്നത് ആ ജാഥയിൽ നടത്തി സമാപിപ്പിക്കാം. ഗവൺമെന്റ് ഇപ്പം ചെയ്തതെന്താ? ഗവൺമെന്റ് എല്ലാ വിഷയത്തിലും അത് സമീപനം തുറന്നതാണ്. ശബരിമല കേസ് പിൻവലിച്ചു, CAA കേസ് പിൻവലിച്ചു. സർക്കാർ പറഞ്ഞു കഴിഞ്ഞു പ്രക്ഷോഭം കുറ്റമല്ല. ആ അർത്ഥത്തിൽ നിലപാടിന്റെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിൽ തവണ ചെയ്തവരെ കേസിൽ കൊടുക്കാനും പീഡിപ്പിക്കാനും എല്ലാം ഈ സർക്കാരിൽ നിന്ന് ഉന്നയിച്ചു കഴിഞ്ഞു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് LDF വ്യത്യസ്തമായ പക്ഷമാണ്. UDF-നും BJP-ക്കും അറിയാത്ത, മനസ്സിലാക്കാനാകാത്ത, ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് ജനങ്ങളെന്ന് നമുക്ക് നല്ലവണ്ണം ഉറപ്പിച്ചു പറയാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് ഈ ജാഥ വിജയമായി എല്ലാ ജില്ലകളിലും പത്രസുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ജില്ലകളിലെ ഇന്നത്തെ റിപ്പോർട്ടുള്ള സഹായത്തിൽ ഡെസ്കിൽ വെച്ച് ഒരു സിറ്റി പേജിലേക്ക് ജില്ലാത്തിലേക്ക് ചുരുങ്ങിയത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾക്കറിയാം അതൊക്കെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഓരോ മാധ്യമത്തിനും നിലപാടുണ്ട്, പ്രക്ഷോഭത്തിനും. അതുകൊണ്ടാണ് ഇതിലും നിങ്ങളുടെ സഹായം നിലപാടായിരുന്നു. എല്ലാത്തിനും എല്ലാ സമയത്തും മാധ്യമ സുഹൃത്തുക്കൾ ഇരുത്തപ്പോഴൊക്കെ വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹപൂർവ്വം പറയും കാര്യമാണ്. LDF-ന് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ആരുടെയും ഔദാര്യമല്ല. ഏറ്റവും വലിയ രാഷ്ട്രീയ ദളമായി തീർക്കുന്ന LDF-ന്റെ ആ സ്പേസ് LDF-ന്റെ പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് നൽകണമെന്ന് നിഷ്പക്ഷമാക്കുന്നത് ചിന്തിക്കുന്നത് ആ വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. എല്ലാം ഒരുമിച്ചാണ്. ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ പോലും ശ്രമിക്കുന്നതിൽ BJP-ക്ക് നിലപാടുണ്ട്. അത് UDF-ന്റെ പോലെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവർണർ, ഒരു സ്റ്റേറ്റിലെ ഗവർണർ, ഇവിടെയല്ല ഒരു ഗവർണർ എല്ലാത്തരം ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിബന്ധനകളെയും മറന്നുകൊണ്ട് BJP-യുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു കർഷകനെ പോലെ മാറിയിട്ടുണ്ട്. രംഗത്തിറങ്ങി അനവരതോറും പോയി മതപക്ഷന്മാരെ മോഡിയുടെ യുദ്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്രയോ ദിവസങ്ങളായി വ്യാപൃതമാണ്. അതെല്ലാം അവർക്ക് ചെയ്യാം. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഒരു ഗവർണർ വന്ന് യാചിച്ചാൽ ആരും സമ്മതിക്കും, കണ്ടേക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ടൊന്നും ന്യൂനപക്ഷ മനസ്സുകളിൽ RSS-നെയും BJP-യെയും പറ്റിയുള്ള ന്യായമായ ഭയാശങ്ക വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ഭയാശങ്ക സ്വാഭാവികമാണ്. ന്യൂനപക്ഷങ്ങളെ, മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും രാഷ്ട്രത്തിൻ്റെ നമ്പർ 1 ആൻഡ് നമ്പർ 2 ശത്രുവായി കാണുന്ന പ്രത്യയശാസ്ത്രമാണ് BJP-ക്ക് മാർക്സിസത്തിനുള്ളത്. അത് ആർക്കും വായിക്കാം. അവരുടെ വേദപുസ്തകമായ വിചാരധാരയിൽ വായിക്കാം. 1-ാം സ്ഥാനമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർക്ക്. എനിമി നമ്പർ 1 മുസ്ലിമുകൾ, നമ്പർ 2 ക്രിസ്ത്യാനികൾ, നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാർ. അത് കൃത്യമായി എഴുതി വെച്ച് ആ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങളെ സ്വന്തം രാഷ്ട്രീയം പഠിപ്പിക്കുന്ന BJP-യുടെ പാളയത്തിലേക്ക് ഈ ഗവർണർ എന്ന് വിളിച്ചാൽ ആരെങ്കിലും പോയാൽ അവരെല്ലാം നിലപാട് മാറ്റി BJP-യുടെ ബന്ധുക്കളായി മാറിയെന്നുള്ള വ്യാമോഹമാണ് ഇന്ന് BJP നയിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് BJP പ്രസിഡന്റ് ഒരു തൂക്ക് അസംബ്ലിയെ പറ്റി പറയുന്നത്. അതിനകത്ത് ഒരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് ഏതോ സർവേ പ്രകാരം കോൺഗ്രസിന് UDF-ന് ലഭിക്കുമെന്ന് പറയുന്ന സീറ്റുകൾക്ക് പുറമെ തൂക്ക് അസംബ്ലി വന്നാൽ BJP-ക്ക് കിട്ടുമെന്ന് ആ സർവേ പറഞ്ഞ സീറ്റുകൾ ഉറപ്പിച്ചു കൊണ്ടുവന്ന് മുൻകൂട്ടി പറയുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയമായി ഭരണത്തിൻ്റെ വക്കീലാണ്. കാരണം അതിന് കോൺഗ്രസിൻ്റെതായിട്ടൊന്നുമില്ല. കോൺഗ്രസ് ആശയത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ മതേതരത്വം ഇവിടുത്തെ കോൺഗ്രസ് വിളിച്ചു പോയി.
ഗാന്ധി നെഹ്റു പാരമ്പര്യം ഇവിടുത്തെ കോൺഗ്രസ് കാറ്റിൽ പറത്തി. അതിന് വിശ്വാസത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആസന്ന ഭരണത്തിൻ്റെ വസ്ത്രത്തിലാണ്, തൊട്ടടുത്താണ്. ഏത് നിമിഷവും കോൺഗ്രസ് ഭരിക്കും. ഈ സന്ധ്യയാണ് തൊട്ടടുത്തുള്ള പോണ്ടിച്ചേരിയിൽ ദക്ഷിണേന്ത്യയിലെ ഏക കോൺഗ്രസ് ഗവൺമെന്റ് നിലനിർത്തിച്ചു. MLA-മാർ കൂട്ടമായി BJP-യിലേക്ക് മാറി. ഇതൊരു തുടർക്കഥയാണ്. കോൺഗ്രസിന്റെ MLA-മാരുണ്ടെങ്കിൽ BJP-ക്ക് വേറെ MLA വേണ്ട എന്ന അർത്ഥമുണ്ടെങ്കിൽ BJP-ക്ക് പറയും. ആ ബന്ധമാണ് കോൺഗ്രസ് BJP ബന്ധമെന്ന് എല്ലാവരും കാണുന്നു. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, മരിക്കാൻ തയ്യാറായി ആത്മഹത്യയുടെ കൈച്ചീട്ടും കണ്ടു നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെ മാനിക്കുന്ന കോൺഗ്രസുകാർ ഇന്നിപ്പോൾ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നോക്കുന്നത്. LDF ആണ് അവർക്കും സ്വീകാര്യമായ രാഷ്ട്രീയ പോംവഴിയെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് കോൺഗ്രസുകാർ ഇന്ന് കോൺഗ്രസിലുണ്ട്. അവർ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കാണാനും കേൾക്കാനും വന്നിട്ടുണ്ട്. അതിന് വലിയ ശക്തിയായി തന്നെ പ്രവർത്തിക്കും ഈ തിരഞ്ഞെടുപ്പ് ഞാൻ ഉറപ്പാണ്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് അതിലിങ്ങനെ ഗിമ്മിക്സിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ്, കൊടുക്കൈകളുടെ പാർട്ടി. ഇന്നലെ കണ്ടു ഒരു കൊടുക്കൈ, രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഒരു കൊടുക്കൈ നടത്തി. രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കാൻ തിരിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നാടായ ഇറ്റലിയിലെ കപ്പൽ വന്നിട്ട് ഈ നീണ്ടകരയ്ക്ക് അടുത്ത് വെച്ച് കേരള തീരത്ത് വെച്ച് വളരെ ദരിദ്രരായിട്ടുള്ള 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുകൊണ്ട് അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. ആ ഘാതകന്മാരെ രക്ഷിക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അടലിച്ചാടിയ രാഹുൽ ഗാന്ധിക്ക് നീന്തിയാൽ എത്താൻ പറ്റും. ആ തലത്തിൽ നീന്തിയാൽ എത്ര അടുത്താണ്. അതെന്തായാലും ഷോയുമായിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷെ അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയി അവരൊന്ന് കണ്ട് ഒരു നല്ല വാക്ക് പറയാൻ തോന്നി. പകരം ജില്ലാ കഥ പറയാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് തവണ കടലൊഴിച്ചാണ്. ഈ വെള്ളത്തിൽ ചാട്ടം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയമായുള്ള ആത്മഹത്യയുടെ ഫലമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അല്ല ചാടിയത് ഇല്ലാത്ത കരാറില്ല. ശ്രീ സി ദിവാകരൻ ഒരു കാര്യം പറയുന്നു. അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പദവിയോ കൊടുത്തില്ല. അത് അദ്ദേഹത്തിന്റെ 5 വർഷം പാഴായി പോയി. അദ്ദേഹം LDF-ന്റെ കോൺഫറൻസാണ്, CPI-യുടെതല്ല. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ശരിയായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. CPI-യുടെ പ്രസ് കോൺഫറൻസ് അല്ല ഇത്. കേസുകളെല്ലാം പിൻവലിക്കാൻ തീരുമാനിക്കുമ്പോൾ ശബരിമല എടുത്ത നിലപാട് തെറ്റിപ്പോയി എന്നുള്ളൊരു വിലയിരുത്തലുകൂടിയുണ്ട്. ഇതൊരു സമൂഹത്തിന്റെ യാഥാർത്ഥ്യമാണ്. വിശ്വാസങ്ങൾ ഞങ്ങൾ വിശ്വാസങ്ങളെ ശത്രുവായി കാണുന്നവരല്ല. ആ ഒരു സന്ദേശമാണ് വിശ്വാസം കുറ്റമല്ല. RSP കോർപ്പറേറ്റ് ബ്ലോക്കിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് ഇത്തവണ UDF കേരളത്തില് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നെന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി തന്നെ വന്ന മത്സരിച്ച സമയത്ത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. ആ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ. റായ്ബറേലിയിൽ പോലും ജനങ്ങൾ ഓടിച്ചു വിട്ട രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് നോക്കാൻ മതി. ആ രാഷ്ട്രീയ കാലാവസ്ഥ അല്ലേ അല്ല, അത് കഴിഞ്ഞല്ലേ വന്നത്. പഞ്ചായത്ത് എന്താ കണ്ടത്? ആ ഫലം ഉണ്ടായിരുന്നു. ആ ഫലത്തിന് താഴെ മാറ്റിക്കുറിച്ചു. അതിനേക്കാളും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉമ്മൻചാണ്ടിനെയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് കാര്യമില്ല. പിന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്നു എന്നുള്ള രീതിയിൽ പറയണം. എന്തിനാണ് ഉമ്മൻചാണ്ടി നയിക്കുന്നവർ പറയുന്നത്? അപ്പോൾ ഇവിടെ വ്യക്തിത്വം എന്നല്ല പ്രശ്നം, വ്യക്തിയുടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നയത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ വലതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണി ഞാൻ UDF അതുപോലെ തന്നെ BJP-യാണ്. അത് എടുക്കുന്ന നിലപാടുകളാണ്, ജനങ്ങളോടുള്ള സമീപനമാണ്. ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനത്തിന്റെ വില വർധനവ് പൂർണ്ണമായിട്ടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ ഉടമകൾക്ക് അവർക്ക് തന്നെ വില നിശ്ചയിക്കാൻ കോൺഗ്രസും BJP തന്നെയല്ലേ സൗകര്യം കൊടുക്കുന്നത്.
ഇന്നിപ്പോൾ ഓരോ ദിവസവും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ വാങ്ങൽ കഴിവ് തീരെയില്ലാത്ത ഇന്ത്യയിലെ ജനങ്ങളുടെ മേലെ വീണ്ടും ഗുരുതരമായ സാമ്പത്തിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഉദാരവൽക്കരണ നയത്തിൻ്റെയും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും കാര്യം ഉള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുറക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും കിട്ടിക്കൊണ്ടിരുന്ന തൊഴിലും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പത്തും ഇപ്പോഴും മുഴുവൻ കാര്യങ്ങളും പോയല്ലോ. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ UDF ആയാലും BJP ആയാലും എടുക്കുന്ന നിലപാടുകൾ അവസരവാദപരമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ കൃത്യമായിട്ട് മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഉദാരവൽക്കരണ നിലപാടുകൾക്കെതിരായിട്ടുള്ള സമീപനവുമാണ് ഈ കാലത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെയും BJPയുടെയും നിലപാടുകൾക്കെതിരാണ്. അതുകൊണ്ട് ആര് നയിക്കാൻ പുറപ്പെടുന്നു എന്നുള്ളതൊന്നല്ല ഇവിടെ പ്രശ്നം. ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ, അവരുടെ വികസനപരമായി ഉണ്ടായ നേട്ടങ്ങൾ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യം ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിശോധന അവർക്ക് നടത്താൻ അറിയാം, ജനങ്ങൾക്ക് നടത്താൻ അറിയാം. അത് ജനങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ കണ്ടിട്ടുള്ളത്. മാധ്യമങ്ങളൊക്കെ എല്ലാ കളവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അപ്പുറം കളവൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ആരും എഴുതി കൊടുത്തു അതേപോലെ തന്നെ പ്രസംഗിക്കില്ല. അതിലിവിടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊടിയും പിടിച്ചിരുന്നാൽ കള്ളക്കടത്ത് നടന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞേ? എന്ത് തെളിവാണ്? എന്ത് അടിസ്ഥാനത്തിലാണ് വിശദീകരിച്ച്? ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പിന്റെ ഒരു തെളിവുണ്ടാവണം. എന്തും പറയാം എന്ന നില സ്വീകരിച്ച് ഇവിടെ വന്ന് ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ലല്ലോ പറഞ്ഞല്ലോ. പിന്നെ കൊടി പിടിച്ചാൽ കൊടി പിടിക്കുന്നതിനാൽ ഒരു വിദ്യ ഇവിടെ ഈ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഗുണമേന്മയുള്ള ഒരു ജീവിതം പാവപ്പെട്ടവർക്ക് നയിക്കാൻ സാധിക്കുന്ന പശ്ചാത്തലം ഒരുക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. ആ പോരാട്ടം തന്നെയാണ് അവർക്ക് തൊഴിലും അവർക്ക് വരുമാനവും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ വേറെ എവിടെയാ ഇവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ കൂലി, ഇവിടെയുള്ള പാവപ്പെട്ട അപ്പോൾ അതിന്റെ പോരാടി നേടിയത് തന്നെയാണ്. അതിന്റെ ചരിത്രം കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യം വെച്ചിട്ട് വിശദീകരിച്ച ശരിയാവില്ല. അങ്ങനെ വിശദീകരിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന അവസ്ഥ ഇവിടെ പാർട്ടിയുടെ കൊടി പിടിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ. പാർട്ടിയുടെ കൊടി പിടിക്കുന്നവരായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് ന്യായമായത് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള സാധാരണ മനുഷ്യന്റെ ബോധത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യവും രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല, കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു ഒരൊറ്റൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞത് ഒരു തരത്തിൽ രമേശ് ചെന്നിത്തല പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിനേക്കാളും വളരെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തല തന്നെ ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കേരളത്തിലെ ചുക്കാൻ പിടിക്കാൻ വന്നിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ അതിലൊന്നും ഒരു ഉത്കണ്ഠി ഇടതുപക്ഷ ജനാധിപത്യം പിടിക്കില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത് തെറ്റിദ്ധാരണ പത്രക്കാരുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്കണ്ഠയില്ല. കാരണം ഇതന്നെയാ കാര്യം. വസ്തുതാപരമായിട്ടും ശരിയായ രീതിയിൽ ഇന്ത്യയിലെ ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വർഗീയതക്കെതിരായിട്ട് പൊരുതേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ കേന്ദ്രമാണ് കേരളം. ആ കേരളത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പോക്കലാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഗൗരവകരമായ ദേശീയ രാഷ്ട്രീയത്തിന്റെ പിന്നോക്കം പോകാൻ. റായ്ബറേലിയിൽ പോലും ജനങ്ങൾ ഓടിച്ചു വിട്ട രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് ലക്ഷണം കാണിക്കാൻ പറ്റുമോ? ഓർത്താൽ മതി. ആ രാഷ്ട്രീയ കാലാവസ്ഥ അല്ല. അത് കഴിഞ്ഞല്ലേ വന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അവിടെ എന്താ കണ്ടത്? ആ ഫലമുണ്ടായിരുന്നു. ആ ഫലത്തിന് പാടെ മാറ്റിക്കുറിച്ചു കേരളം. അതിനേക്കാളും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട്. ഉമ്മൻചാണ്ടിനെയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ചിട്ട് ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയെ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. പിന്നെ രാഹുൽ ഗാന്ധി നയിക്കുമെന്നുള്ള രീതിയിൽ പറയണം. പിന്നെ ഉമ്മൻചാണ്ടി നയിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തിത്വം എന്നല്ല പ്രശ്നം, വ്യക്തിയുടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നയത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ വലതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണി ഞാൻ പറഞ്ഞു UDF അതുപോലെ തന്നെ BJP ആണ്. അത് എടുക്കുന്ന നിലപാടുകളാണ്, ജനങ്ങളോടുള്ള സമീപനമാണ്.
ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനത്തിൻ്റെ വില വർധനവ് പൂർണ്ണമായിട്ടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ ഉടമകൾക്ക് അവർക്ക് തന്നെ വില നിശ്ചയിക്കാൻ കോൺഗ്രസും ബി ജെ പിയും തന്നെയല്ലേ സൗകര്യം കൊടുത്തത്. ഇന്നിപ്പോൾ ഓരോ ദിവസവും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഞങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വാങ്ങൽ കഴിവ് തീരെയില്ലാത്ത ഇന്ത്യയിലെ ജനങ്ങളുടെ മേലെ വീണ്ടും ഗുരുതരമായ സാമ്പത്തിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഉദാരവൽക്കരണ നയത്തിൻ്റെയും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും കാര്യം ഉള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുറക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന തൊഴിലും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സംരംഭം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും പോയല്ലോ. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വെച്ചാൽ UDF ആയാലും BJP ആയാലും എടുക്കുന്ന നിലപാടുകളെല്ലാം അവസരവാദകരമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കൃത്യമായിട്ട് മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഉദാരവൽക്കരണ നിലപാടുകൾക്കെതിരായിട്ടുള്ള സമീപനവുമാണ് ഈ കാലമത്രയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാടുകൾക്കെതിരാണ്. അതുകൊണ്ട് ആര് നയിക്കാൻ പുറപ്പെടുന്നു എന്നുള്ളതൊന്നല്ല ഇവിടെ പ്രശ്നം. ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ, അവരുടെ വികസനപരമായി ഉണ്ടായ നേട്ടങ്ങൾ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിശോധന അവർക്ക് നടത്താൻ അറിയാം, ജനങ്ങൾക്ക് നടത്താൻ അറിയാം. അത് ജനങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ കണ്ടിട്ടുള്ളത്. മാധ്യമങ്ങളൊക്കെ എല്ലാ കളവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അപ്പുറം കളവൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ആരും എഴുതി കൊടുത്ത് അതേപോലെ തന്നെ പറയുകയില്ല. അതല്ലേ ഇവിടെ കണ്ടേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടിയും പിടിച്ചിരുന്നാൽ കള്ളക്കടത്ത് നടത്താം. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞേ? എന്ത് തെളിവാ? എന്ത് അടിസ്ഥാനത്തിലാണ് വിശദീകരിച്ച്? ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പിന്റെ ഒരു തെളിവുണ്ടാവണം. എന്തും പറയാം എന്ന നില സ്വീകരിച്ച് ഇവിടെ വന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ പറഞ്ഞതെല്ലാം. പിന്നെ കൊടി പിടിച്ചാൽ കൊടി പിടിച്ചിരുന്നാൽ ഒരു കിട്ടിയ ഇവിടെ ഈ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഗുണമേന്മയുള്ള ഒരു ജീവിതം പാവപ്പെട്ടവർക്ക് നയിക്കാൻ സാധിക്കുന്ന പശ്ചാത്തലം ഒരുക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. ആ പോരാട്ടം തന്നെയാണ് അവർക്ക് തൊഴിലും അവർക്ക് വരുമാനവും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ വേറെ എവിടെയാ ഇവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ കൂലി? ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്കുള്ളത് കൂലി എവിടെയാ ഇന്ത്യയിൽ പറയുന്നത്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അതെല്ലാം പോരാടി നേടിയത് തന്നെയാണ്. അതിന്റെ ചരിത്രം കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യം വെച്ചിട്ട് വിശദീകരിച്ചാൽ ശരിയാവില്ല. അങ്ങനെ വിശദീകരിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന അവസ്ഥ അത്. ഇവിടെ പാർട്ടിയുടെ കൊടി പിടിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ. പാർട്ടിയുടെ കൊടി പിടിക്കുന്നവരായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് ന്യായമായത് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും സ്വീകരിക്കുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള സാധാരണ മനുഷ്യന്റെ ബോധത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യവും രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വന്ന് പറഞ്ഞു ഒരൊറ്റൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞത് ഒരു തരത്തിൽ രമേശ് ചെന്നിത്തല പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിനേക്കാളും വളരെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല തന്നെ ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ ചുക്കാൻ പിടിക്കാൻ വന്നിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ അതിലൊന്നും ഒരു ഉത്കണ്ഠ ഇടതുപക്ഷ ജനാധിപത്യം വിളിക്കില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നത് തെറ്റിദ്ധാരണ പത്രക്കാർക്കുണ്ടാവണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്കണ്ഠയില്ല. കാരണം ഇതിന്റെ കാര്യം വസ്തുതാപരമായിട്ടും ശരിയായ രീതിയിലും ഇന്ത്യയിലെ ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വർഗീയതക്കെതിരായിട്ട് പൊരുതേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ കേന്ദ്രമാണ് കേരളം. ആ കേരളത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഗൗരവതരമായ ദേശീയ രാഷ്ട്രീയത്തിന്റെ പിന്നോക്കം പോകാം. ആലങ്കോട് മണനാക്ക് റോഡിൽ പോപ്പുലർ സർവീസ് സെന്ററിന് സമീപമാണ് റോഡ് വശത്ത് 1 ഏക്കർ 10 സെന്റ് ഭൂമി വിൽപ്പനയ്ക്കുള്ളത്. വസ്തുവിലേക്ക് വാഹന സൗകര്യം ലഭ്യമാണ്. സമീപത്ത് ബസ് സ്റ്റോപ്പ്, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുണ്ട്. പ്ലോട്ടായി തിരിച്ചിട്ടുള്ള സ്ഥലം വീട് വയ്ക്കാൻ വളരെ അനുയോജ്യമാണ്. കൂടാതെ വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അന്തരീക്ഷവും ഇവിടെയുണ്ട്. പ്ലോട്ടായിട്ടോ മൊത്തമായോ സ്ഥലം വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9846330093 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.